ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് വളരെ അകലെയാണ് ഇപ്പോൾ. എനിക്ക് ഖർരിബിനി ഇലൽ ഖുദ്സി, ഖർരിബിനി ഇലൽ ഖുദ്സി, എനിക്ക് ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്ത് വെച്ച് മരിക്കണമെന്നാണ് എന്റെ കൊതി. അതാണ് എന്റെ ആവശ്യം. ഇപ്പോൾ തന്നെ നിങ്ങൾ വിടട്ടെ, എന്റെ റൂഹിനെ പിടിച്ച് എന്റെ ആവശ്യം നടക്കില്ല. അതുകൊണ്ട് എന്നെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തിക്കുക. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തിച്ചു മഹാനായ സയ്യിദ്നാ മൂസ. അവിടെ വെച്ച് റൂഹിനെ പിടിച്ചു. എന്നല്ല, ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ഖുദ്സിന്റെ താഴ്വരയിലേക്ക് മൂസ നബി എത്തിയപ്പോഴുണ്ട് കുറെ ആളുകൾ നിന്ന് ഖബറുകളെ കൊണ്ടു. അപ്പോൾ മനസ്സിലായി ഈ ഖബറുകളൊക്കെ ആളുകള് മലക്കുകളാണ്. നേരെ ചെന്നിട്ട് മൂസ നബി അവരോട് ചോദിച്ചു, ആർക്ക് വേണ്ടി ആ ഖബറുകളൊക്കെ ഉള്ളത്? അപ്പോൾ അവര് പറഞ്ഞില്ല, റജുലിൻ കരീമിൻ ഇൻദ റബ്ബിഹി ഇലാ ലിറജുലിൻ കരീമിൻ ഇൻദ റബ്ബിഹി. അപ്പൊ വളരെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടിയിട്ടാണ് ഖബറുകളൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞു മലക്കുകള്. അപ്പോൾ നിനക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഖബറിന്റെ അടിയിലൊന്ന് ഇറങ്ങിക്കിടന്ന് നോക്കൂന്ന് പറഞ്ഞു. മഹാനായ സയ്യിദ്നാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഖബറിന്റെ അരികിൽ ഇറങ്ങിക്കിടന്നു. നോക്കുമ്പോൾ മനോഹരമായ അത്ഭുതങ്ങൾ ഖബറിന്റെ അടിയിൽ മഹാനായ മൂസ നബി കണ്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് മൂസ നബിയുടെ റൂഹിനെ പിടിക്കുകയും എല്ലാവിധ മറ്റു കാര്യങ്ങൾ മുഴുവനും ബഹുമാനപ്പെട്ട മലായികത്തുൽ കിറാം നിർവഹിച്ചു കൊടുക്കുകയും ചെയ്തു. എല്ലാ തക്ഫീന്, തഗ്സീല്, തക്ഫീന്, ഹനൂത്ത്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് മഹാന്മാരായ മലക്കുകളാണ്. ആരുടെ? മൂസ നബിയുടെ. ഇനി നേരെ എതിരാളി ആരാ? നേരെ എതിരാളി ഫിർഔൻ. എങ്ങനെയാ ചത്തത്? ചെങ്കടലിൽ മുങ്ങിച്ചത്തപ്പോൾ പറഞ്ഞു, ആമൻതു ബിറബ്ബി മൂസ വഹാറൂൻ, ആമൻതു ബില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ മൂസയെ കൊണ്ട് വിശ്വസിച്ചു. ഈ മൂസ നബിയെ നേരത്തെ എന്ത് പറഞ്ഞോനാ? അമാന ഖൈറുൻ, ഞാനാണോ യോഗ്യൻ? ഇതോ ഈ നീചനാണോ യോഗ്യൻ? മഹാനായ സയ്യിദ്നാ മൂസ മിൻ ഹാദല്ലദി അമാന ഖൈറുൻ മിൻ ഹാദല്ലദി ഹുവ മഹീൻ വലാ യകാദു യുബീൻ ഫലൗലാ അലൈഹി ഉൽഖിയ അലൈഹി അസ്വിറതും മിൻ ദഹബ് ഔ ജാമഅഹുൽ മലായികതു മുഖ്തരിനീൻ. ഞാനാണോ യോഗ്യൻ? അതല്ല. ഞാനാണോ യോഗ്യൻ? അതല്ല. ഈ നീചനാണോ യോഗ്യൻ എന്ന് ചോദിച്ച ആളാണ്. ആരെ കുറിച്ച്? മൂസ നബിയെ കുറിച്ച് ചോദിച്ചു. ആര്? ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. ചിന്തിക്ക്. പിന്നെ അവൻ മൂസ നബിയോട് പറഞ്ഞു, മൂസ, ആരാ നിന്റെ പടച്ചോൻ? അപ്പോൾ പറഞ്ഞു, അല്ലദീ യുനസ്സിലുൽ ഗൈസ, മഴ പെയ്യിപ്പിക്കണവനാണ്. ഫിർഔൻ പറഞ്ഞു, എന്നാലും മഴ പെയ്യിപ്പിക്കുന്നവനാണെങ്കിൽ, അപ്പോഴും മഴ പെയ്യിപ്പിക്കുന്നവനാണെങ്കിൽ അപ്പോഴും നിന്റെ പടച്ചവനേക്കാൾ വലിയവൻ ഞാനാ. എന്തുകൊണ്ട്? മഴ പെയ്താ പോരാ, മഴ ഭൂമിയിലെത്തിയാൽ ഭൂമി കൊടുക്കണ്ടേ? ഭൂമിയുടെ അധികാരി ഇപ്പോൾ ഞാനാ. ഈ കാണുന്ന ഭൂമിയിലേക്ക് വെള്ളം വീഴണോ വീഴണ്ടെന്ന് തീരുമാനിക്കേണ്ട ആൾ ഞാനാ. വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ പുഴകൾ പോലും എന്റെ സമ്മതം കിട്ടിയാലേ ഒഴുകൂ എന്ന് പറഞ്ഞു ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. അത്രയും വലിയവന. അങ്ങനെയുള്ള മൂസ നബിയെ നീചനെന്ന് പറഞ്ഞ ഫിർഔൻ ഉറക്കപ്പറ. മാത്രമല്ല, വെള്ളം പോലും, ഈ പുഴ പോലും എന്റെ സമ്മതം കിട്ടിയാലേ ഒഴുകൂ എന്ന് പറഞ്ഞ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. അതുപോലെ ചെങ്കടലിലെ വെള്ളത്തിൽ കിടന്ന് മരിച്ചുപോയി ഫിർഔൻ ലഅനത്തുല്ലാഹി. ചെങ്കടലിൽ നിന്ന് ചാവുമ്പോ നേരത്തെ ആമൻതു ബിറബ്ബി മൂസ വഹാറൂൻ, ആമൻതു ബില്ലാഹി റബ്ബിൽ ആലമീൻ. മൂസ നബിക്ക് ഫിർഔൻ കഴിഞ്ഞാ പിന്നെ അടുത്ത എതിരാളി ആരാ? ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരുപാട് രസകരമായ മരണത്തിലേക്ക് വരാനുണ്ട്. മൂസ നബിക്ക് ഫിർഔൻ കഴിഞ്ഞാ പിന്നെ അടുത്ത എതിരാളി ആരാ? ഖാറൂൻ. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗാ അലൈഹിം വഅതൈനാഹു മിനൽ കുനൂസ് മാ ഇന്ന മഫാത്തിഹഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വ ഇദ് ഖാല ലഹു ഖൗമുഹു ലാ തഫറഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ വബ്തഗി ഫീമാ ആതാകല്ലാഹു അദ്ദാറൽ ആഖിറ
വലാ തൻസ നസീബക മിനദ് ദുനിയ വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർള് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ ഖാല ഇന്നമാ ഉതീതുഹു അലാ ഇൽമിൻ ഇൻദി അവലം യഅലം അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂനി മൻ ഹുവ അശദ്ദു മിൻഹു ഖുവ്വ വഅക്സറു ജംഅ ولا يسأل عن ذنوبهم المجرمون فخرج على قومه في زينته قال الذين يريدون الحياة الدنيا يا ليت لنا مثل ما أوتي قارون إنه لذو حظ عظيم وقال الذين أوتوا العلم ويلكم ثواب الله خير لمن آمن وعمل صالحا ولا يلقاها إلا الصابرون فخسفنا به وبداره الأرض فما كان له من فئة ينصرونه من دون الله وما كان من المنتصرين. സൂറത്തുൽ ഖസസ് 76, 77, 78, 79, 80, 81, 82, 83 ആയത്തുകൾ സൂറത്തുൽ ഖസസ്. എന്തായിരുന്നു കാറൂൻ? ഒന്നുമില്ല. കാറൂൻ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ എളാപ്പയുടെയോ മൂത്താപ്പയുടെയോ മകനാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതൃവ്യന്റെ മകനായിരുന്നു കാറൂൻ ലഅനത്തുല്ലാഹി അലൈഹി. മൂസാ നബി തന്നെ അയാൾക്ക് വേണ്ടി ദുആ ചെയ്ത ഒന്നുമില്ലാത്ത ദരിദ്രനായിരുന്നു. അവസാനം മൂസാ നബി ദുആ ചെയ്ത ഒരു ആടിനെ കൊടുത്തതാ. ആ ആടങ്ങോട്ട് പെരുകി നാടിലെ സമ്പത്ത് മുഴുവനും ആരുടേതായി? കാറൂന്റേതായി. വലിയ മുലാളിയായി. അവസാനം ശ്രദ്ധിക്കണേ, അവസാനം സക്കാത്ത് കൊടുക്കാൻ വേണ്ടി മഹാനായ സയ്യിദുനാ മൂസ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചു കാറൂനിനോട്. അവസാനം കാറൂൻ പറഞ്ഞ മുതലൊന്ന് എണ്ണി കണക്കാക്കട്ടെ, എന്നോട് കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ എണ്ണി കണക്കാക്കി ആ അളവും പറഞ്ഞു കൊടുത്തു. ഇത്തരം സക്കാത്ത് കൊടുക്കണം അളവൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എന്തുണ്ടായി? അങ്ങനെ മൂസാ നബിയും കാറൂൻ ലഅനത്തുല്ലാഹി അലൈഹിയും തമ്മില് കണക്കൊക്കെ ക്ലിയർ ആക്കി. ഇത്ര സക്കാത്ത് കൊടുക്കണം എന്നൊക്കെ കണക്കാക്കി. എന്നിട്ടോ ലാകിൻ കാറൂൻ ധനം മുഴുവൻ എണ്ണി കണക്കാക്കി നോക്കുമ്പോ കാറൂന് തോന്നി ഇത്രയേറെ മുതലിന് സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ ധനത്തിന്റെ നല്ലൊരു ഭാഗം പോകുമെന്ന് മനസ്സിലാക്കി കാറൂൻ ലഅനത്തുല്ലാഹി അലൈഹി. അവസാനം എന്ത് ചെയ്തു? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊല്ലാൻ തീരുമാനിച്ചു. പിറ്റേന്ന് മൂസാ നബി ഇസ്രായേലികളിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ കാറൂൻ എണീറ്റെന്ന് മനസ്സിലായില്ല. സക്കാത്തിന്റെ അളവൊക്കെ കൃത്യമാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. കൊടുക്കാമെന്ന് ഏൽക്കുകയും ചെയ്തിരുന്നു. പിന്നെന്തുണ്ടായി? മൂസാ നബി ജനതയിൽ പ്രസംഗിക്കുകയായിരുന്നു. അപ്പോൾ കാറൂൻ പറഞ്ഞു, ആ വ്യഭിചാരത്തിന്റെ ശിക്ഷയൊന്ന് പറഞ്ഞു തരണേ മൂസാ അലൈഹിസ്സലാം. മൂസാ നബി വ്യഭിചാരത്തിന്റെ ശിക്ഷ, റജ്ം, എറിഞ്ഞു കൊല്ലേണ്ട കാര്യം എല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ കാറൂൻ പറഞ്ഞു, യാ മൂസ മൻ സനാ യുർജം ഇദാ കാന മുതസവ്വിജാ, വിവാഹിതനാണെങ്കിൽ എറിഞ്ഞു കൊല്ലണം എന്നല്ലേ നിയമം. ഫഖാല മൂസ, അത് കേട്ടപ്പോൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാറൂനോട് പറയും, നഅം നഅം, അതെ, നഅം ഹാദാ ശറഉല്ലാഹി, ഇത് അല്ലാഹുവിന്റെ ശറഅാണ് എന്ന് പറഞ്ഞു. കാറൂൻ ലഅനത്തുല്ലാഹി അലൈഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബി കാറൂൻ ലഅനത്തുല്ലാഹി അലൈഹിയോട് വ്യഭിചാരത്തിന്റെ ശിക്ഷ പറഞ്ഞുതരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ വ്യഭിചാരിച്ചാൽ എറിഞ്ഞു കൊല്ലണം എന്നാണ് നിയമം എന്ന് പറഞ്ഞു. വ്യഭിചാരത്തിന് എറിഞ്ഞു കൊല്ലലാണ് നിയമം എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. അപ്പോൾ കാറൂൻ ചോദിച്ചു ലൗ കുൻത അൻത യാ മൂസാ, മൂസ നീയാണെങ്കിലോ, ഈ വ്യഭിചാരിച്ച ആള് നീയാണെങ്കിൽ എന്തായിരിക്കും ശിക്ഷ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ലൗകാന അന, ഈ ജാനി ഞാനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഫഖറജത് ഇംറാത്തുൻ
മിംബൈനിൽ മജ്ലിസി, സദസ്സിന്റെ നടുവിന് ഒരു പെണ്ണിനെ എണീപ്പിച്ചു. ഖാറൂൻ ലഅനത്തുല്ലാഹി അലൈഹി എണീപ്പിച്ചു. വലിയ ബൈളാഉ നഖിയത്തുൽ ബശരി, സുന്ദരിയായ സുമുഖിയായ ഒരു പെണ്ണ്, നേരെ ഇമ്രാത്തുൽ ജമാൽ, സൗന്ദര്യധാമമായ ഒരു പെണ്ണിങ്ങനെ എണീറ്റേ സദസ്സിന്റെ നടുവിലൂടെ നടന്ന് മൂസ നബിയുടെ അരികിലേക്ക് വന്നു.